എറൗണ്ട് കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ സിനിമാ മേഖലയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി അശ്വന്ത് കൊക്ക് വന്നിട്ടൊരു വീഡിയോ ഇട്ടു. കുറേ നാളുകളായിട്ട് കുറെ പട്ടികൾ എടാ പട്ടികളെ ആ പട്ടികളോടാൻ പറയുന്നത് ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. നീയും നിന്റെ തന്തമാരെല്ലാവരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കുകയാണോ? അട്ടഹാസം, അട്ടഹാസം, അന്തന്നല്ല എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിൻ്റെ മോനാണ് മേധവ് സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, അതിലൊരു പ്രൊഡ്യൂസർ അമേരിക്കയിലാണ്, മത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അയാളെ ഒരു മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും അവർ പണം കാണില്ല. അത് വലിയ രീതിയിൽ വൈറലായിട്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗോകുൽ സുരേഷും അംഗം അട്ടഹാസം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെ വന്നിട്ട് പ്രസ് മീറ്റിൽ വന്നിട്ട് അശ്വന്ത് കൊക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തെപ്പറ്റി ഒരാൾ പറയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഉള്ളൊരു റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് പ്രതികരിക്കും. അത് ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അശ്വന്ത് കൊക്കിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളല്ല. പിന്നെ ഈ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്ന കാര്യം, ഏറ്റവും പെട്ടെന്ന് വ്യൂസ് കയറുന്ന ഒരു കാറ്റഗറിയാണ് സിനിമ റിവ്യൂ എന്ന് പറയുന്നത്. അത് പക്ഷേ ലോങ് റണ്ണ് കുറവായിരിക്കും. ആദ്യം റിവ്യൂ ഇട്ട 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമായിരിക്കും ഇതിന് വ്യൂസ് കയറുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ റവന്യൂ ബേസിസ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ആകുന്നത് ഷോർട്ടർ ടൈം പീരീഡിൽ എത്ര കൂടുതൽ വ്യൂസ് കയറുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത്. സോ സിനിമ റിവ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. കാരണം അശ്വന്ത് കൊക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുള്ളിയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 3 ലക്ഷം 4 ലക്ഷം വ്യൂസ് ഒക്കെ പോകാറുണ്ട്. അതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല റവന്യൂ കിട്ടും. നല്ല റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ അതിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ നിസാര പൈസയായിട്ടുള്ള 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു മനുഷ്യനിത് കാണാൻ, ഞാൻ കണ്ടതാണ് ഈ അംഗം അട്ടഹാസം എന്ന് പറയുന്ന സിനിമ. പക്ഷേ അത്രയും മോശം സിനിമയാണ്, ഞാൻ അങ്ങനെ അധികം റിവ്യൂ ഇടാറില്ല. പിന്നെ അത്രയും ആളുകളുടെ ഇടയിൽ പോപ്പുലാരിറ്റി ഉള്ള സിനിമയാണെങ്കിൽ ഞാനത് കാണുകയും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു റിവ്യൂ ഇടുമ്പോൾ അത്യാവശ്യം നല്ല റവന്യൂ കിട്ടും. അങ്ങനെയുള്ളപ്പോൾ ഈ നിസാരമായിട്ടുള്ള 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മനുഷ്യർക്ക് ഇരുന്ന് കാണാൻ കൊള്ളാത്തൊരു സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് സ്വന്തം ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ ഏതെങ്കിലും റിവ്യൂവർ തയ്യാറാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കോമൺ സെൻസ് ഉള്ള ഒരല്പമെങ്കിലും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ഒരു സിനിമ കണ്ട് എന്താണ് കാര്യം എന്താണെന്നൊക്കെ അതിൽ നിന്ന് വേർതിരിച്ച് അത് റിവ്യൂ ആയിട്ടൊക്കെ പറയാൻ ഇരിക്കുന്നത്. സോ അങ്ങനെ ഒരു കുറച്ച് കോമൺ സെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു യൂട്യൂബറോ റിവ്യൂവറോ തയ്യാറാകുമോ? കാരണം പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നു എന്ന് പറയുന്നവരാണ് ഈ അവസ്ഥ. നമ്മളൊരു തീരെ മോശം സിനിമ എടുത്തിട്ട് അതിനെ നല്ലതെന്ന് പറഞ്ഞ് അതിനൊരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരോ മണ്ടന്മാരോ ഒന്നുമല്ല, അവർക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അവർ പിന്നെ നമ്മളെ വിശ്വസിക്കില്ല. അപ്പോൾ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യതയാണ് ഏറ്റവും വലുത്. സോ അറിഞ്ഞുകൊണ്ട് അത് ആരും നശിപ്പിക്കാൻ ശ്രമിക്കില്ല. പിന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കണ്ണടച്ച ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്, അത് വേറെ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലൊക്കെ നിൽക്കുന്ന യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം അവരുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയാണ് അവർ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാനും എൻ്റെ ഒരു വിശ്വാസ്യതയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് 1 ലക്ഷം രൂപ ഒരു ഓഫർ ചെയ്തിട്ട് പല പ്രൊമോഷൻസും വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്നും എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസ്യതയാണ് എനിക്ക് അതിനേക്കാളും ഏറ്റവും വലുത്. ഞാനിപ്പോൾ 1 ലക്ഷം രൂപ വാങ്ങിച്ച് അത് ചെയ്ത് കഴിഞ്ഞ് നാളെ അതിനകത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ക്രെഡിബിലിറ്റി പോയി. പിന്നെ ഞാനിവിടെ ക്യാമറയും തുറന്നു വെച്ച് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഒരുവപ്പെട്ട ഈ പറയുന്നുള്ള കുറച്ചൊക്കെ എത്തിക്സ് ഉള്ള യൂട്യൂബേഴ്സ് എല്ലാം ചിന്തിക്കുന്നത്. ഇപ്പോൾ അശ്വന്ത് കൊക്കിന് അയാളുടെ വീഡിയോ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയുന്ന ഒരാളാണ്. ഞാൻ അശ്വന്ത് കൊക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അശ്വന്ത് കൊക്ക് എനിക്ക് പൈസ തന്നിട്ടുമില്ല, ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. യൂട്യൂബിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ള പരിചയം ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടി ഒരുവപ്പെട്ട യൂട്യൂബേഴ്സ് ആരും ഇങ്ങനെ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യാൻ നിൽക്കില്ല.
ഇപ്പം പിന്നെ ആൾക്കാർ പറയുന്നത് ഇപ്പം എന്നോട് തന്നെ എൻ്റെ ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ പുതിയ ആദിൽ ഹുസൈൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലാണ് ഞാൻ റിവ്യൂ ഇപ്പം മോസ്റ്റ്ലി ഇടുന്നത്. അതിൽ തന്നെ കറുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല റിവ്യൂ പറഞ്ഞപ്പോൾ അതിലൊരാൾ വന്ന് ചോദിച്ചു, ബ്രോ എത്ര കിട്ടി നല്ലത് പറയാൻ. ആകെ 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള 10,000 വ്യൂസ് മാത്രം വരുന്ന അതിനകത്ത് ഇട്ടതിന് എത്ര കിട്ടിയെന്ന്. സോറി, ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തേക്കും ടോപ്പ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അപ്പം ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ അത്യാവശ്യം നമുക്ക് നോയ്സ് കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2000 സബ്സ്ക്രൈബേഴ്സിൽ താഴെ മാത്രമുള്ള എൻ്റെ ആ ചാനലിൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് പൈസ തന്നിട്ട് റിവ്യൂ ചെയ്യിപ്പിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന അത്രയ്ക്ക് സെൻസ് ഇല്ലാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഇന്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി നമ്മളെ ഒന്ന് ചൊറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട പടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പടം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അപ്പോൾ അതിനൊരു റീസൺ ആയിട്ട് ചിലപ്പോൾ അവർ കണ്ടുപിടിക്കുന്നത് ഈ പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂ ആണോന്നാണ്. പിന്നെ വേറൊരു കോണ്ടെക്സ്റ്റോടെ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾ സിനിമ കാണുന്ന മൂഡ് പോലിരിക്കും. ഇപ്പം ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. എനിക്ക് ആ സിനിമ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, എനിക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കി 99% പേർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തില്ല. വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് വെറുതെ ഊക്ക് വാങ്ങിച്ചു കൂട്ടുന്നത്. സോ അതുകൊണ്ട് ഞാനത് ആ റിവ്യൂ പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ എനിക്കിപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ടും OTT ഒക്കെ ഇറങ്ങിയപ്പോൾ ഞാനിരുന്ന് കണ്ട സിനിമ എന്തോ നമുക്ക് ചില സിനിമയുടെ വൈബും ചില സിനിമയുടെ ഒരു രീതിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, ബാക്കി ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അശ്വന്ത് കോക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ മോഡറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ സെൻസർ ചെയ്തൊന്നും പറയുന്ന ഒരാളൊന്നുമല്ല. പുള്ളിക്ക് എന്താണ് തോന്നുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയുക. അപ്പോൾ അങ്ങനെ പുള്ളി റിവ്യൂ ചെയ്ത പല സിനിമകളും ഉണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കല്ല, ബേസിക് സെൻസ് ആയിട്ടുള്ള കാര്യം പറയാം. ഇപ്പോൾ ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു 2022 തോന്നുന്നു, 2022 ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു റിവ്യൂ ആയിരുന്നു അശ്വന്ത് കോക്കിൻ്റെ. പുള്ളി വളരെ നന്നായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അപ്പം ഞാൻ എന്നിട്ടത് OTT കണ്ടപ്പോൾ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, OTT കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയൊരു സിനിമയാണ്. പക്ഷേ വേറെ ഒരുപാട് ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, നമ്മൾ ഓരോരുത്തരുടെയും ആസ്വാദന നിലവാരം വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എനിക്കും തീരെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലും. അപ്പോൾ അതിനൊക്കെ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, അല്ലെ പൈസ വാങ്ങിച്ചിട്ട് നല്ലത് പറയുന്നു, പൈസ വാങ്ങിച്ചിട്ട് മോശം പറയുന്നു എന്നൊക്കെ പറയുന്നത് സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് തോന്നുന്ന സിനിമ നിങ്ങളുടെ കൂട്ടുകാരൻ വളരെ മോശം പറഞ്ഞ അവസ്ഥകളുണ്ടായിരിക്കും. അപ്പം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ പൈസ വാങ്ങിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ പറയുമോ? മാധവ് സുരേഷിനെ വെച്ചൊക്കെ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞ് ഈ കാലത്ത് ഏറ്റവും വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അത്രത്തോളം ഒരു മോശം പേരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി മോശം പേര് ഉണ്ടാക്കി വെച്ചാൽ പോലും കുറച്ചൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആൾക്കാർ വീണ്ടും അംഗീകരിച്ച് ആ സിനിമ നല്ലതാണെങ്കിൽ സിനിമയെങ്കിലും ഹിറ്റാവും. ഇത് മോശപ്പെട്ടൊരു ഇമേജ് ആൾക്കാരിൽ ഉണ്ടാക്കി വെച്ച് അതിനേക്കാളും മോശപ്പെട്ടൊരു സിനിമയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഈ പുള്ളിക്കാരൻ ഒരു ഹാഫ് കിളിയിലാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും പല സ്റ്റേറ്റ്മെൻറ്റ്സും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എവിടേക്കോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കുറവുണ്ടോ. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല സിനിമ എടുക്കൂ. നല്ല സിനിമ ഇനി അശ്വന്ത് കോക്കല്ല, സാക്ഷാൽ ദൈവം തമ്പുരാം എന്ന് പറഞ്ഞാലും നല്ലതാണെങ്കിൽ ആൾക്കാർ കയറി കാണും, മോശമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആര് പറഞ്ഞാലും ആൾക്കാർ കാണുകയില്ല. സോ നിങ്ങളൊരു സാധനം പ്രോഡക്റ്റ് ഉണ്ടാക്കി വിട്ടിട്ട്, വളരെ മോശം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിട്ടിട്ട് അത് ആളുകൾ കാണാത്തതിൻ്റെ കുറ്റം ഈ പറയുന്ന റിവ്യൂസിൻ്റെയോ ആളുകളുടെ തലയിലിടുന്നതിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെയോ തലയിലിടുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ഈ സിനിമ കണ്ട റിവ്യൂവേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ സിനിമ മോശമാണെന്നുള്ള കാര്യം. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു മെജോറിറ്റി ഓഫ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ വിജയവും പരാജയമൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പം നല്ല സിനിമകൾ പരാജയപ്പെട്ട അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബിഗ് ബി എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞ് മോസർബർ ഏറ്റവും കൂടുതൽ CD വിറ്റൊരു സിനിമയാണ്. വളരെ രീതിയിൽ ഇപ്പോഴും മമ്മൂക്ക ഫാൻസ് ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരിക്കുന്നൊരു സിനിമയും കൂടിയാണ്. ആ സിനിമ പക്ഷേ സാമ്പത്തികമായിട്ടൊരു പരാജയമായിരുന്നു ഇറങ്ങിയ സമയത്ത്. അതുപോലെ തന്നെ മെയ്യഴകൻ എന്ന് പറയുന്നൊരു സിനിമ, ഒരു തമിഴ് സിനിമ, വളരെ നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നി. പക്ഷേ തമിഴ്നാട്ടിൽ അതൊരു പരാജയമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് ഓരോ സ്ഥലങ്ങളിൽ ഓരോ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. അപ്പോൾ ആ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ്സ് വന്നു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കും. ഇനി അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല വരുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ പോലും ആൾക്കാർ ചിലപ്പോൾ അംഗീകരിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം മലയാളത്തിൽ കുറേ ഫേമസ് ആയിട്ടുള്ള സിനിമ ഇറങ്ങി അപ്പം തന്നെ റിവ്യൂ ഇടുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള പൈസ റിവ്യൂ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. സോ അവരുടെ
വില കളഞ്ഞിട്ട് അവരുടെ ക്രെഡിബിലിറ്റി കളഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ട് അവർ റിവ്യൂ ചെയ്യുന്നു പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് സെൻസ്ലെസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു. ഇനി അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത വിഷയം എന്ന് പറയുന്നത് അൻസിബ ഹസൻ ഇഷ്യൂ ആണ്. ഈ കമ്മിറ്റിയിൽ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ കമ്മിറ്റിയിൽ കയറിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അഭിപ്രായം ആവണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. ഞാനത് സഹിച്ചു. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണത്. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, കോട്ടയം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിലിരിക്കുക? അറപ്പൊന്നുമില്ലേ? ഈ ടിനി ടോം ഇങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിച്ചുവോ? പറഞ്ഞു. നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീന കുറുപ്പ് ചേച്ചിയാണ്. ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അൻസിബയോട് പറഞ്ഞു ടിനി ടോം ഇങ്ങനെ പലരോടും സംസാരിക്കുന്നുണ്ടെന്ന്. അതെ, നീന കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. ടിനി ടോമിനോട് ഈ കാര്യം ചോദിച്ചുവോ? ഞാൻ പോയിട്ടില്ല. എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീന കുറുപ്പേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. എന്താണ് ടിനി ടോമിന് അൻസിബയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും അഭിപ്രായം പറയുന്ന ആളാണ്. പല അഭിപ്രായങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല. എനിക്ക് എതിരെ അഭിപ്രായം ഞാൻ എതിര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയിലുള്ള മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ എന്തിനെല്ലാം എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനെല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ടിനി ടോം ചേട്ടൻ എന്തൊക്കെയാണ് നീന കുറുപ്പ് ചേച്ചിയെ വിളിച്ചതെന്ന്. അസഭ്യ വാക്കുകൾ, മലയാളത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് വിളിച്ചത്. അതെങ്ങനെയാണ് ഒരു സ്ത്രീക്കെതിരെ അത്തരം അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കുക? ഈ കേൾക്കുന്നവരാരും പ്രതികരിക്കുകയൊന്നുമില്ലേ? പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കൊണ്ടാണ് നീന ചേച്ചിയെ അന്ന് തല്ലാതെ വിട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഈ സംഭവം നോക്കി ക്ലിയർ ആണ്. അതായത് അൻസിബ ഹസൻ പലരെയും മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ടിനി ടോം ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് എന്തോ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ടാണ് അവർ രാജി സമർപ്പിക്കുകയും അത് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ടിനി ടോം എന്ന് പറയുന്നത് ഇപ്പോഴും 1980കളിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പുള്ളിയുടെ പല സംസാരങ്ങളും നിലപാടുകളും ചിന്താഗതികളും ഒക്കെ ഇപ്പോഴും ഒരു 1980 പുള്ളിയുടെ തന്നെ പല ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്ത് പ്രധാനപ്പെട്ട ഭാരവാഹികളായിട്ട് സ്ത്രീകളെ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു പേരിന് മാത്രമുള്ള ഒരു സ്ഥാനമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം അവിടെ തലമൂത്ത പല സീനിയർ ആക്ടേഴ്സും നടന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അവരെല്ലാം ഈ ഇന്നലെ വന്ന ആൾക്കാർ പറയുന്ന കേട്ട് നീങ്ങും എന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. പിന്നെ പുരോഗമനം ആണെന്ന് കാണിക്കാൻ വേണ്ടി സ്ത്രീകളെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നൊരു കാര്യം. തീരുമാനങ്ങളൊക്കെ ഇപ്പോഴും ഈ പറയുന്ന ആളുകൾ തന്നെ എടുക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അതിന് ഒരു പേരിന് വേണ്ടി മാത്രമാണ് ഈ നടിമാരെ സ്ത്രീകളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അൻസിബ ഹസനെ ഒക്കെ പോലുള്ള ആളുകൾ അവർ ഫേക്കായിട്ട് അഭിനയിക്കാൻ മടി കാണിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ വന്നിട്ടുള്ള അഭിപ്രായങ്ങളോട് എതിർത്ത് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്, ഒരു സ്ത്രീയോട് എന്തെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഇതിപ്പം നമുക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് എന്താ സംഭവം എന്നറിയില്ല. പിന്നെ മതം മാറ്റാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ടിനി ടോമിനെ സംബന്ധിച്ചിടത്തോളം ടിനി ടോമിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ നമുക്കറിയാം എങ്ങനെയാണ്. ഇപ്പോഴും ഒരു 80കളിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ടിനി ടോമും അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ നല്ല രീതിയിൽ എയറിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു വീഡിയോയും കൂടെ ഇപ്പം ഇന്നലെ രാത്രി പുറത്തു വന്നിട്ടുണ്ട്, ഒരാളെ ചീത്ത വിളിക്കുന്നത്. പക്ഷെ ആ വീഡിയോയിൽ നമ്മൾ കണ്ണടച്ച് ആരെയും കുറ്റം പറയാൻ പാടില്ല. ആ വീഡിയോയും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്.
മാഡം ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത് ആ, yeah. നട്ടലുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ഈ ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാക്കടാ, നീ തെറി വിളിക്കണ എന്തിനാ എന്നെ? പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെറി വിളിക്കണേ? കാരണം പറഞ്ഞാൽ കേട്ടില്ല നീ തെറി വിളിക്കുക. ഞാൻ കൊച്ചാന്ന് പറഞ്ഞാൽ കേട്ടില്ല നീ തെറി വിളിക്കുക. കൊച്ചു പറയണ്ടല്ലോ. പറഞ്ഞാൽ കേട്ടില്ല നീ തെറി വിളിക്കുക. പറഞ്ഞാൽ കേട്ടില്ല നീ തെറി വിളിക്കുക. പറഞ്ഞാൽ കേട്ടില്ല നീ തെറി വിളിക്കുക. എറിയടാ, നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. ഇറങ്ങി പോടാ, ഇറങ്ങി പോടാ നീ. ടിനി ടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. എടാ ഇറച്ചിത്തൂണേ, ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? നീ ആരാ? നീ ഇവനാണ് സംസാരിച്ചാരോന്ന് അറിയണോ? ഇവനാ സംസാരിച്ചത്. പറഞ്ഞു. ടിനി ടോമിന്റെ മകനാണ്. സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. കഞ്ചാവടിച്ച് കഴിഞ്ഞ അവിടെ പാതാളത്ത് വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ഇപ്പൊ ദേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. എടാ എനിക്ക് അറിയില്ല. അപ്പം ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ മെയിനായിട്ട് തോന്നുന്ന ഈ ശബരീഷ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് കാര്യം ഫീൽ ചെയ്യും. ഇയാൾ പ്രൊവോക്ക് ചെയ്തിട്ട് ടിനി ടോമിൻ്റെ മകനാണ്, അതുകൊണ്ട് റീച്ച് വരും, ആളുകളെല്ലാം ഇയാൾക്കെതിരെ തിരിയുമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാണ്. അപ്പോൾ അതൊരു ഒരു ചീപ്പ് പരിപാടിയാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. അല്ല ടിനി ടോമിൻ്റെ മകനാണെന്ന് പറഞ്ഞ് ക്യാമറയെ പൊക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് വെച്ചിട്ട് അവനെ പ്രൊവോക്ക് ചെയ്യുന്നത് വൃത്തികെട്ട പരിപാടിയാണ്. മാക്സിമം ആ ഒരു കുടുംബത്തോടെ ഒരു സ്ത്രീയുണ്ട്, അവരും ഇവരും കൂടെ നല്ല രീതിയിൽ ഈ പയ്യനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് നമുക്കറിയില്ല, എന്തുകൊണ്ടാണ് ഇവർ വഴക്കുണ്ടാക്കി എന്താ കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഈ ശബരീഷ് എന്ന് പറയുന്ന ആൾ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇതും പുറത്തു വന്നത്. അത് ഞാൻ പറഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ സിനിമാ മേഖലയെ ചുറ്റിപ്പറ്റി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അൻസിബാസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ഈ അൻസിബാസിനെ ആരോപിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ടിനി ടോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചീപ്പാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അൻസിബാസൻ എന്നൊക്കെ പറയുന്ന ആളെ കഴിഞ്ഞ 13 വർഷമായിട്ട് മലയാളികൾക്ക് ഏകദേശം അറിയാവുന്ന ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അവർ ഇന്ന് വരെ അവരുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ ഇൻ്റർവ്യൂവിലോ ഒന്നും അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരാളല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന പോലും തന്നിട്ടില്ല. അത്രയും ഒരു ഇസ്ലാം ഫോളോവർ ആണെന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നാറില്ല. അവരുടെ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ മതം മാറ്റത്തിന് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒട്ടും ലോജിക്കിന് കണക്റ്റ് ആകാത്ത ഒരു ആരോപണമാണ്. ആ ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഇനി ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് ഇവരുണ്ടാക്കിയ കാര്യമാണെങ്കിൽ അത് അതിനേക്കാളും മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി മതത്തിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ടൊക്കെ മാറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ നടപടി എടുക്കേണ്ട കുറ്റമാണ് എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയട്ടെ, സത്യം തെളിയട്ടെ, അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കട്ടെ. സോ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.